ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. ഇൻവെസ്റ്റർ തിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാർക്കറ്റിനകത്ത് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. പണ്ടത്തെ കാലത്ത് ഇത്ര കണ്ട് ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിന് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതൊരു വെബ്സൈറ്റിൻ്റെ രൂപത്തിലായാലും അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസിൻ്റെ രൂപത്തിലായാലൊക്കെ തന്നെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ ആരൊക്കെയാണ് ആക്ച്വലി ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആരൊക്കെയാണ്, അതേ മാത്രമല്ല നമ്മൾ ഏതൊക്കെ ബുക്കുകളാണ് വായിക്കേണ്ടത്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നോളജ് ആക്ച്വലി അക്യൂർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വിട്ട് കളയേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതെല്ലാം തന്നെ ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ ആക്ച്വലി വെബ്സൈറ്റുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം 10-50ഓളം വെബ്സൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ മാത്രമേ നമ്മൾ അവിടെ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്ര കണ്ട് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഏറ്റവും യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതും പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പ്രാക്ടിക്കലി അതിൻ്റെ എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്, ഇതൊക്കെ തന്നെ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നായിട്ട് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. അതേ കണക്ക് തന്നെ ഷെയർ മാർക്കറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൊളീഗ്സിനോ എല്ലാം തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാർട്ട് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാർട്ടിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. നമുക്ക് നമ്മുടെ ഏത് ബ്രോക്കറാണോ യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കർ നമുക്കൊരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രീ, അതൊരു കാര്യം കൂടെ ഓർക്കണം, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, അല്ലാതെ പെയ്ഡ് വെർഷൻസ് അല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കാൻ നേരത്ത് ചാർട്ടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾ, അതല്ലെങ്കിൽ മറ്റ് വിദേശ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾ, ഇനി അതല്ലെങ്കിൽ മറ്റ് അസറ്റ് ക്ലാസ്സുകൾ, ക്രിപ്റ്റോ പോലുള്ള അസറ്റ് ക്ലാസ്സുകൾ, എല്ലാ കാര്യങ്ങളുടെയും ചാർട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല ചാർട്ടുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഈസിനെസ്. ഓക്കെ, ചാർട്ട് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം മാർക്ക് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ എന്തൊരു ലൈന് വരയ്ക്കണമെങ്കിൽ ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാർട്ട് നോക്കാൻ പറ്റുന്നതിൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് ട്രേഡിംഗ് വ്യൂ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഡെക്സുകൾക്ക്, ഇപ്പോൾ നമുക്ക് നിഫ്റ്റി പോലെയുള്ള നമ്മുടെ മേജർ ഇൻഡെക്സുകളുണ്ടല്ലോ, അപ്പോൾ ഈ ഇൻഡെക്സുകൾക്കൊക്കെ നമുക്ക് ഓളിയം കിട്ടും. നമ്മൾ പല ബ്രോക്കറിൻ്റെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ അവിടെ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓളിയം കിട്ടത്തില്ല, എസ്പെഷ്യലി ഇൻഡെക്സുകളുടെ ഓളിയം കിട്ടത്തില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡെക്സുകളുടെ ഓളിയം കിട്ടാറുണ്ട്. പിന്നെ മാത്രമല്ല ചില ഇൻഡെക്സുകൾ, ഇപ്പോൾ മെയിൻ ഇൻഡെക്സ് നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ കിട്ടും, അതേ സമയത്ത് നമ്മുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പോലെയുള്ള ഇൻഡെക്സുകളുടെ ഇവിടെയും ഓളിയം കിട്ടാറില്ല. അതിൻ്റെ ആ ഓളിയം നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ചാർട്ട് നോക്കാനാണെങ്കിൽ ഏറ്റവും നല്ല ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് ട്രേഡിംഗ് വ്യൂ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിനാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന screener.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് വ്യൂവിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒന്ന് ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഹിഡൻ ഫീച്ചേഴ്സൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുകയാണെങ്കിൽ നമുക്ക് അതും ഒരു പർട്ടിക്കുലർ സെഷനായിട്ട് ഒരു ദിവസം നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, എനിവേ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് screener.in ആണ്. screener.in എല്ലാവർക്കും അറിയാമെന്നുള്ള ഏറ്റവും മാർക്കറ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ ഒന്ന് തന്നെയാണ് screener.in എന്ന് പറയുന്നത്. screener.in നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ screener.in അകത്ത് നമുക്ക് കമ്പനീസിൻ്റെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കമ്പനീസിന് നമുക്ക് ഏതൊക്കെ കമ്പനീസാണോ ട്രാക്ക് ചെയ്യേണ്ടത് അതിന് നമ്മളിവിടെ ഫോളോ അൺഫോളോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനീസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ട്രാക്ക് ചെയ്യുന്ന കമ്പനീസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്കിതിൻ്റെ ഫീഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏതൊരു കമ്പനിയാലും, ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് HDFC എന്ന് പറയുന്ന കമ്പനി എടുക്കാം. കമ്പനി സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ റേഷ്യോസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കസ്റ്റമൈസും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തൊക്കെ കോളംസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമുക്ക് എന്തൊക്കെ റേഷ്യോസ് വേണം ആ റേഷ്യോസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു റേഷ്യോസ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ സ്ക്രീനർ കസ്റ്റമൈസ് ചെയ്തെടുക്കണം, ഈ വക കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതും കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ ചെയ്യാം.
ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇവർ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസുകളൊന്നാണ് സ്ക്രീൻ ചെയ്തെടുക്കുക. നമുക്കൊരു എന്തെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്രൈറ്റീരിയസിൻ്റെ ബേസിൽ സ്ക്രീൻ ചെയ്തെടുക്കണമെങ്കിൽ അതിന് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ക്രിയേറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നമുക്കിത് എങ്ങനെ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കൂടെ ഈ സ്ക്രീനറുള്ള വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ക്രീനിങ്ങിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ screener.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതിൻ്റെ ടെക്നിക്കലി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, ടെക്നിക്കലി കാര്യങ്ങളെന്ന് വെച്ചാൽ ടെക്നിക്കലി സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് ചാർട്ടിംഗ് എന്ന് പറയും. ചാർട്ടിങ്ങിന് ഫ്രീ ആയിട്ടുള്ളൊരു വെർഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്വന്തമായിട്ട് സ്ക്രീനേഴ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ സ്ക്രീനേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രീനേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് പ്രകാരം നമുക്ക് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ടെക്നിക്കലി ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് സ്റ്റോക്കുകൾ, അങ്ങനെ ഏതൊക്കെ ക്രൈറ്റീരിയസ് ആണോ നിങ്ങൾ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്രൈറ്റീരിയസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നതെന്ന്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ സ്ക്രീനുകൾ ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സോഫ്റ്റ്വെയർ ആണ് ചാർട്ടിംഗ് എന്ന് പറയുന്നത്. ചാർട്ടിങ്ങിൻ്റെ പക്ഷേ ഏറ്റവും ഒരു ഞാൻ ആക്ച്വലി ചാർട്ടിംഗ് മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചാർട്ടിംഗ് വഴിയിട്ടാണ് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിയും ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നടത്താൻ നേരത്തോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ നേരത്തല്ല, മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള മൂഡ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ചാർട്ടിംഗ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർട്ടിങ്ങിനകത്ത് ഈ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക വിഡ്ജറ്റുകളുണ്ട്. ഈ വിഡ്ജറ്റുകളൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ മൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിൽ എക്സ്പെഷ്യലി ഈ മാർക്കറ്റ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്. ഈ മാർക്കറ്റ് മെട്രിക്സ് എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര ശതമാനം സ്റ്റോക്കുകളാണ് മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളതിൽ 50-day മൂവിങ് ആവറേജിൻ്റെ മേലിലുണ്ടെന്നും, എത്ര ശതമാനം സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് 20-day മൂവിങ് ആവറേജിൻ്റെ മേലിലുണ്ടെന്നും, എത്ര ശതമാനം സ്റ്റോക്കുകളാണ് 52 വീക്ക് ഹൈയിൽ നിൽക്കുന്നതെന്ന്, എത്ര ശതമാനം സ്റ്റോക്കുകൾ 52 വീക്ക് ലോയിലാണ്, അതേ കണക്ക് തന്നെ 200-day മൂവിങ് ആവറേജിൻ്റെ മേലിൽ എത്ര ശതമാനം സ്റ്റോക്കുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കാര്യം അനലൈസ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡ്, നമുക്കിപ്പോൾ ഏറ്റവും വലുതായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഡെക്സ് മേലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റേബിൾ ആയിരിക്കും, ഇൻഡെക്സിൽ വലിയ ഇടിവൊന്നും വരത്തില്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നല്ല രീതിയിലുള്ള ഹിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഒരു ഡൗൺവേർഡ് ട്രajectoryയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് മാർക്കറ്റ് പെർഫോം ചെയ്തിട്ട് എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ഇൻഡെക്സിനെ പോലും ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻഡെക്സിൻ്റെ അകത്തുള്ള ഓവർ വെയിറ്റ് സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം പെർഫോം ചെയ്യുക, അതിൻ്റെ പെർഫോമൻസ് കാരണം ഇൻഡെക്സ് മൊത്തത്തിൽ മേലിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നതാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള ഒരു മൂഡ് ഡൗണിലായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൊമെൻറ്റം നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ മൂഡ് മനസ്സിലാക്കി തരുന്ന എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു ടൈം ഫ്രെയിമിൽ, ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും 21-ാം തീയതിയാണ് ഇന്നത്തെ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 21 മാർച്ചാണ് ഉദ്ദേശിക്കുന്നത്, 21 മാർച്ച് 2024. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും ഇൻഡെക്സ് നിൽക്കുന്നത് ഏകദേശം ഓൾ ടൈം ഹൈ അടുപ്പിച്ച് തന്നെയാണ്. നമ്മുടെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ അടുപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതേ സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ മൂഡ് നോക്കാൻ നേരത്തെ ഇപ്പോഴും മാർക്കറ്റിൻ്റെ അകത്ത് 20-day മൂവിങ് ആവറേജിൻ്റെ മേളിലായിട്ട് ഓൾമോസ്റ്റ് 10-12% മേളിൽ കമ്പനീസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി ഏകദേശം 85% കമ്പനീസിൻ്റെ കൂടുതലും 20-day മൂവിങ് ആവറേജിന് താഴെയാണ്. അതല്ല 50-day മൂവിങ് ആവറേജിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിലും അവിടെയും ഓൾമോസ്റ്റ് 80% കമ്പനീസ് ഇപ്പോഴും 50-day മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. അതായത് മാർക്കറ്റിൻ്റെ അകത്തുള്ള അത്യാവശ്യം നല്ല രീതിയിൽ കമ്പനീസ് എല്ലാം തന്നെ 20-30 മിക്ക കമ്പനീസും 40% വരെ ഇടിഞ്ഞിട്ട് നിൽക്കുകയാണ്. വളരെയധികം റണ്ണപ്പ് കാഴ്ചവെച്ച ടൈപ്പ് കമ്പനീസൊക്കെ 40% ഇടിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സ് മേളിലാണ്, പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ട് ഇടിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം വേണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്മിത്ത് എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഞാനിപ്പോൾ പറഞ്ഞ വെബ്സൈറ്റുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് വെർഷൻസ് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ പെയ്ഡ് വെർഷൻസ് എടുക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് അല്ലാതെ ഫ്രീ വെർഷൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, എൻ്റെ മാർക്കറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിനും പെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ ആക്ച്വലി ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ട്രേഡിംഗ് പിക്കുകൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ അറിയണം, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയണം. അതിന് വേണ്ടിയിട്ട് ഇവരുടെ
മാർക്കറ്റ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവരുടെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡ് അണ്ടർ പ്രഷർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക്, മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വെബ്സൈറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, നമുക്ക് മാർക്കറ്റിൻ്റെ ഏതൊക്കെ ഡേറ്റ് മുതൽ ഏതൊക്കെ ഡേറ്റ് വരെയാണ് മാർക്കറ്റിൻ്റെ ഏതൊക്കെ ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുക, ഈ പർട്ടിക്കുലർ സിമ്പൽ എന്ന് പറയുന്നത് കൺഫേംഡ് അപ് ട്രെൻഡ് ആണ്. കൺഫേംഡ് അപ് ട്രെൻഡിൽ നിൽക്കുമ്പോഴാണ് മാർക്കറ്റ് ആക്ച്വലി ഒരു വീക്ക്നെസ് ഇല്ലാതെ കംപ്ലീറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നിൽക്കുന്നതെന്നും ആ ബുള്ളിഷ് ട്രെൻഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ടൈം ഫ്രെയിം എന്ന്, അതിനുശേഷം മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലോട്ട് വരുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴാണ് ഇടിയാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ ട്രെൻഡാണ്. ഈ ട്രെൻഡ് ഇവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടേതായിട്ടുള്ള പർട്ടിക്കുലർ ക്രൈറ്റീരിയസ് ഉണ്ട്. ഇൻഡെക്സിൻ്റെ അകത്ത് ഇത്ര ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽസും ബിൽഡ് ചെയ്യണം, ഇത്ര ടൈം ഫ്രെയിമിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യണം, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഇവർ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവരുടെ ഈ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രഡിക്ഷൻ ഏകദേശം ടൈമിലെല്ലാം തന്നെ വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു 100% തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് ഓരോ ക്രാഷോ അല്ലെങ്കിൽ ഓരോ ഫോളും വരുന്നതിന് മുന്നായിട്ട് തന്നെ ഇവരത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആക്ച്വലി ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും മാർക്കറ്റ് കൺഫേംഡ് അപ് ട്രെൻഡിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്തൊരു ഫോൾ വരുന്നില്ല. വരാത്ത സമയത്ത് പോലും ഇവർ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കാറുണ്ട്. അതായത് മാർക്കറ്റ് ഇടിയാൻ പോകുകയാണെന്നൊരു സംഭവം കാണിക്കും, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി പോകുമ്പോഴത്തേക്കും തിരിച്ച് അവർ അപ് ട്രെൻഡ് കാണിക്കും. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവരുടെ കണ്ടീഷൻ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് പോർട്ട്ഫോളിയോസ് ഫുള്ള് വിറ്റിട്ട് മാറാനോ അല്ലെങ്കിൽ തിരിച്ച് മാർക്കറ്റിൻ്റെ അകത്ത് റീ എൻട്രി എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാർക്കറ്റ് സ്മിത്തിൻ്റെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഇവരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ RS റേറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനീനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആ കമ്പനിയുടെ ചാർട്ട് വരെ ഓപ്പൺ ചെയ്ത് തരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ആ കമ്പനിയുടെ RS റേറ്റിങ്ങും RS സ്ട്രെങ്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ആ RS റേറ്റിംഗ് RS സ്ട്രെങ്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് RS റേറ്റിംഗ് എന്ന്, എന്താണ് RS സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് മാത്രമല്ല മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിഫ്റ്റിയുടെയൊക്കെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഓളിയം വേണം. ആ ഓളിയം വേണമെങ്കിൽ അതും നമുക്ക് കിട്ടുന്നത് ഈ ഒരു മാർക്കറ്റ് സ്മിത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലുള്ള ഇൻഡെക്സുകളുടെയും, അതായത് നിഫ്റ്റി 50 അല്ലാതെ മറ്റ് ഇൻഡെക്സുകളുടെയൊക്കെ തന്നെ ഓളിയം നമുക്ക് ഇവിടെ നിന്ന് അനലൈസ് ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ ഇത് ഒരു ഡേയുടെ ഡിലേ വരും. അതായത് ഇന്നത്തെ ഓളിയം നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഇന്ന് ലൈവായിട്ട് തന്നെ നമുക്ക് ആ ഓളിയം ബിൽഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മൾ ഇൻഡെക്സിൻ്റെ ഓളിയം എന്നൊക്കെ ആക്ച്വലി അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കാനല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് റിസർച്ച് ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയാണോ വേണ്ടത്, ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എഗെയിൻ നമുക്ക് HDFC തന്നെ എടുക്കാം. HDFCയുടെ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചധികം ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ HDFC എന്ന് പറയുന്ന കമ്പനി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ ഏത് കമ്പനി വേണോ നമുക്ക് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് സെർച്ച് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ കമ്പനിയിൽ എന്തൊക്കെ ന്യൂസുകൾ വന്നിട്ടുണ്ട്, എവിടെയൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു സെഷൻ നോക്കുക. ഇത് കമ്പനിയുടെ കോൺഫറൻസ് കോളുകളാണ്. കോൺഫറൻസ് കോളിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ എന്താ പറയുക PDF-ഉം. ഇനി അതേ കണക്ക് മാനേജ്മെൻറ്റ് എവിടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ മാസങ്ങളിൽ ഇവർ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ഇട്ടിട്ടുണ്ട്. ഇനി അതേ കണക്ക് തന്നെ ആനുവൽ റിപ്പോർട്ട്സ്. അത് മാത്രമല്ല ഈ കമ്പനീനെ കുറിച്ചിട്ട് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലുമൊക്കെ ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടോ, അങ്ങനെ റിപ്പോർട്ടുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത്, മറ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ, ഇനി അവരുടെ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും ബോർഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പ്രസ് റിലീസുകൾ, അങ്ങനെ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് ഉണ്ട്, എന്തൊക്കെ ന്യൂസ് റിപ്പോർട്ട്സ് ഉണ്ട്, അതെല്ലാം തന്നെ നമുക്ക് ഈ റിസർച്ച് ബൈറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അകത്ത് കിട്ടുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്, എസ്പെഷ്യലി ഫോർ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി മേടിച്ചതിന് ശേഷം നമ്മൾ ലോങ് ടൈം ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ കമ്പനി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഈ റിസർച്ച് ബൈറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് തിജോരി ഫിനാൻസ് ആണ്. തിജോരി ഫിനാൻസ് അധികം ആർക്കും അറിയാത്തൊരു വെബ്സൈറ്റാണ്, പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൊന്നാണ് കേട്ടോ തിജോരി ഫിനാൻസ്. തിജോരി ഫിനാൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേൾക്കുന്ന ചില ടേംസ് ഉണ്ടല്ലോ, DCF അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് വാല്യുവേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ തിജോരി ഫിനാൻസിൻ്റെ അകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നിങ്ങൾക്ക് പെയ്ഡ് കാര്യം വേണമെന്നുണ്ട്. പക്ഷേ അത് ഈ DCF പോലെയുള്ള കാര്യങ്ങൾ അത്ര കണ്ട് വലിയ ഇൻവെസ്റ്ററാണ്, കോടികളുടെ ഫണ്ട്, എന്താ പറയുക,
നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് അല്ലാതെ തന്നെ ആക്ച്വലി ബാലൻസ് ഷീറ്റൊക്കെ വഴിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഇല്ല. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സാണ് ആക്ച്വലി ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നത്. ആക്ച്വലി നമ്മളിവിടെ ഫ്രീ വെർഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്പനി എടുക്കാൻ നേരത്ത് ബാക്കി നോർമൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ screener.in പോലെയുള്ള വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് നോർമൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ താഴോട്ട് വരാൻ നേരത്ത് നമുക്കിവിടെ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ്, അതായത് ഓരോ കമ്പനിയുടെ റവന്യൂ എത്രമാത്രം ഏതൊക്കെ സെഗ്മെൻറ്റിൽ നിന്നാണ് വരുന്നത്, ഈ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ് പോലെയുള്ള കാര്യങ്ങൾ ആക്ച്വലി ഈ നമുക്ക് നോർമൽ സ്ക്രീനർ പോലെയുള്ള വെബ്സൈറ്റിൽ അത്ര കണ്ട് കിട്ടത്തില്ല. പക്ഷേ അതേ സമയത്ത് തിജോരി എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ തിജോരി ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ അകത്ത് വരാൻ നേരത്ത് നമുക്ക് ഈ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ആക്ച്വലി കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനകത്ത് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ചില കമ്പനീസിൻ്റെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിനെക്കാട്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ തിജോരി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വഴിയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ലോൺ ബ്രേക്കപ്പ്, സെഗ്മെൻറ്റ് വൈസുള്ള റവന്യൂ ബ്രേക്കപ്പ്, ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏത് പർട്ടിക്കുലർ കമ്പനിയുടെ ആയാലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറുക, എന്നിട്ട് ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിൻ്റെ അകത്ത് നിങ്ങൾ വരുന്നതായിരിക്കും. ഈ ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആസ് എ ലോങ് ടൈം ഇൻവെസ്റ്റർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീനെ വളരെ ഡീപ്പായിട്ട് ട്രാക്ക് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൈലി കോൺസെൻട്രേറ്റഡ് ബെറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്കകത്ത് എന്ത് ചെറിയ കാര്യം സംഭവിച്ചാലും നമ്മൾ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ അലേർട്ട്സിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കമ്പനീനെയാണ് ട്രാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു പ്രൊമോട്ടറിനെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത്, എന്താണെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അലേർട്ടുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഓൾറെഡി ടെസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ഒന്നും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇലോൺ മസ്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് അലേർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അവിടെ ഇലോൺ മസ്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നു. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇലോൺ മസ്കിനെ പറ്റിയിട്ട് ഈ റീസെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്ത് ന്യൂസ് ആണെങ്കിലും എവിടെയൊക്കെ ഇൻ്റർനെറ്റിനകത്ത് അയാളെക്കുറിച്ച് പരാമർശം വരുന്നുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വഴി അറിയാൻ പറ്റും. ഏത് മേജർ ന്യൂസ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല ഇത് നമുക്ക് നമ്മുടെ ഇമെയിലോട്ടും വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡെയിലി എന്തൊക്കെ അലേർട്ടുകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ ഇമെയിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗൂഗിൾ അലേർട്ട്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും യൂസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കേണ്ട വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് യൂട്യൂബ് ചാനൽസിലോട്ട് പോകാം. ആക്ച്വലി നമ്മൾ ഇതെല്ലാം പ്രാക്ടിക്കൽ യൂസേജ് ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു ആസ് എ റീറ്റെയിലർ നമുക്ക് എന്ന് ദൈനംദിനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് യൂട്യൂബ്. ഇന്ന് നമുക്കറിയാം, നിങ്ങൾ എന്നെ കാണുന്നത് യൂട്യൂബ് വഴിയിട്ടാണ്. അതേ കണക്ക് തന്നെ ഞാൻ പല ആൾക്കാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരെയൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അതൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. 1 സെക്കൻഡ്. യൂട്യൂബിലോട്ട് വരാൻ നേരത്ത് ഇഷ്ടംപോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. എല്ലാത്തിനും ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ മലയാളത്തിൽ അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഇൻവെസ്റ്റേഴ്സൊക്കെ ഇല്ല. ഞാനിതൊരു പേഴ്സണലി ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും ചുമ്മാ ഫ്രോഡ് പരിപാടീസാണ് കാണിക്കുന്നത്. നമുക്ക് ആക്ച്വലി യൂസ് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന മലയാളം യൂട്യൂബ് ചാനൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാനൽസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. ഞാൻ ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലാതെ ഹിന്ദി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാമെങ്കിൽ, കുറച്ച് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാനൽസാണ് ഞാൻ മെയിൻലി ഇവിടെ പറയുന്നത് കേട്ടോ. കാരണം മലയാളത്തിൽ അത്ര കണ്ട് ദാരിദ്ര്യം ആയതുകൊണ്ടാണ് മലയാളം ചാനൽസ് ഒന്നും തന്നെ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ബസന്ത് മഹേശ്വരിയാണ്. ഓക്കെ, ബസന്ത് മഹേശ്വരി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വളരെ വലിയ ഇൻവെസ്റ്ററാണ്. ഓൾറെഡി പുള്ളിക്കാരന് ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസെൻ്റ് ആയിട്ട് ഏകദേശം ഒരു വർഷം അടുപ്പിച്ചായി പുള്ളി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ പുള്ളി രാവിലെയും വൈകിട്ടും 2 വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ രാവിലത്തെ വീഡിയോയിലായാലും വൈകിട്ടത്തെ വീഡിയോയിലും ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റോക്ക് സെലക്ഷനോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സജഷനോ കാര്യങ്ങളോ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. പുള്ളി അതിൻ്റെ അകത്ത് അങ്ങനെ സ്റ്റോക്കുകളെ പറ്റിയിട്ട് അധികം ഡിസ്കസും ചെയ്യാറില്ല. മാത്രമല്ല പുള്ളി സ്മോൾ കേസസ് റൺ ചെയ്യുന്നുണ്ട്. അതായത് സ്മോൾ കേസസിലോട്ട് പൈസ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് PMS ഉണ്ട്. അപ്പോൾ ആ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസിലോട്ട് പുള്ളി ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിരിക്കാം. പിന്നെ മാത്രമല്ല പുള്ളിയായിട്ട് 1 മണിക്കൂർ നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂറിന് 50,000 രൂപ വെച്ച് പുള്ളി ചാർജ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ പുള്ളി ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സർവീസസിലോട്ടൊന്നും നമ്മൾ പോവേണ്ട കാര്യമില്ല. നമുക്ക് അതൊന്നും തന്നെ അറിയേണ്ട കാര്യവുമില്ല. നമ്മൾ അതിനെ പറ്റിയിട്ടല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
പുള്ളിക്കാരെ അൺബയസ്ഡ് ആയിട്ടുള്ള വ്യൂസ് പറയുന്നതാണ്. മാർക്കറ്റിനെ പറ്റിയിട്ടായാലും അതല്ലെങ്കിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ ആയാലും ഇന്ത്യക്കകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ പുള്ളിയുടേതായിട്ടുള്ള അൺബയസ്ഡ് ആയിട്ടുള്ള വ്യൂസ് പറയുന്നതാണ്. ആ വ്യൂസ് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ഈ ഒരു ബസന്ത് മഹേഷിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ഞാൻ റെഗുലർലി പുള്ളിക്കാരൻ്റെ 2 ടൈമിലുള്ള വീഡിയോസും കാണാറുണ്ട്. ഓക്കെ, 2 വീഡിയോസും അരമണിക്കൂർ ലെങ്ത് വരുന്നതാണ്, രാവിലത്തെ ആയാലും വൈകിട്ടത്തെ ആയാലും. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ചാനൽ എന്ന് പറയുന്നത് യത്ന ഇൻവെസ്റ്റ്മെൻറ്റ് അക്കാഡമി. 1 സെക്കൻഡ്. യത്ന ഇൻവെസ്റ്റ്മെൻറ്റ് അക്കാഡമി. ഓക്കെ, ഈ ചാനലിലും ഇതേ കണക്കിന് ഇവർക്ക് ഒരുപാട് സർവീസസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സർവീസസ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ ആക്ച്വലി നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഇവരുടെ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് വരുന്നതാണ്. ഓക്കെ, ടുഡേയ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ എല്ലാ ദിവസവും രാവിലെ ഇവരുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വരുന്നതാണ്. അവിടെ അവർ മെയിൻലി ഉള്ള ന്യൂസുകൾ, മേജർ ന്യൂസുകളെല്ലാം തന്നെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊരു ദിവസം നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് ഇന്ന ന്യൂസുകളൊക്കെയാണ് ഇന്ന് ഔട്ടാകാൻ പോകുന്നതെന്നോ അല്ലെങ്കിൽ ഇന്നലെ തലേന്ന് വരെ ഇന്ന ന്യൂസുകളൊക്കെയാണ് ഔട്ടായിട്ടുണ്ട്, നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന മൊമെൻറ്റത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ന്യൂസ് എന്തൊക്കെയാണോ ട്രാക്ക് ചെയ്യേണ്ടത് അതല്ല എനിക്ക് കിട്ടുന്നത്. ഞാൻ ഈ ഒരു മെയിൻ ചാനൽ വെച്ചിട്ടാണ്. ന്യൂസ് ട്രാക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിലും ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ടെന്ന് തോന്നുന്നു ദിവസം ഉള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ട് കാര്യമില്ല. മാർക്കറ്റിൻ്റെ അകത്തും മൊത്തത്തിലുള്ള അതിൻ്റെ ഔട്ട്ലുക്ക് പറയുന്ന ടൈപ്പ് ന്യൂസുകൾ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെയും നിങ്ങൾ ഒരു രീതിയിലുള്ള സബ്സ്ക്രിപ്ഷന് ഇതൊന്നും ചെയ്യരുത്. ഇവരുടെ ഒക്കെ ഉടായ്പ പരിപാടിയിട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ രീതിയിൽ റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു തിയറി സൈക്കോളജി അല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ നമുക്കിവിടെ ഈ ഒരു ന്യൂസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാനലായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. അതിൻ്റെ ഇവരുടെയും ഡെയിലി ഒരു വീഡിയോ വരുന്നതാണ്, ഡെയിലി വീഡിയോ ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഈ 2 ചാനൽ ബസന്ത് മഹേഷിയുടെ ചാനലും അതേ കണക്ക് തന്നെ യത്ന ഇൻവെസ്റ്റ്മെൻറ്റ് അക്കാഡമി, ഈ 2 ചാനലിൻ്റെയും ഡെയിലി വീഡിയോ കാണുന്ന വഴിയിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ആക്ച്വലി മാർക്കറ്റ് ഔട്ട്ലുക്ക് ദിവസം പറയുന്നത് തന്നെ ഈ 2 ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ ബേസിസിലാണ് ഞാൻ എൻ്റെ മാർക്കറ്റ് ഔട്ട്ലുക്ക് പറയുന്നത്. അല്ല ഞാൻ സ്വന്തമായിട്ട് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് പറയുന്നതല്ല. പിന്നെ മാത്രമല്ല ഞാൻ ഒരുപാട് മറ്റ് ചാനൽസുകൾ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് എൻ്റെ ഇതിൽ വരുന്നുണ്ടായിരിക്കും. പക്ഷേ ലാസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. ഈ ഡാറ്റ ഏത് രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഓരോ ആളിന് അവരുടേതായിട്ടുള്ള രീതിയായിരിക്കും. ഇപ്പം ബസന്ത് മഹേഷ് പറയുന്ന കാര്യത്തിന് ആയിരിക്കത്തില്ല ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അത് പുള്ളി പറയുന്ന ഡേറ്റയിൽ നിന്ന് ഞാൻ ഡിറൈവ് ചെയ്തെടുക്കുന്ന എൻ്റെ അനലിറ്റിക്സ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. പക്ഷേ ആക്ച്വൽ കോർ ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ ഈ 2 ചാനൽസിൽ നിന്നാണ് ആക്ച്വലി കാണുന്നത് കേട്ടോ ദിവസം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇത് എല്ലാ ദിവസവും വീഡിയോ വരുന്ന 2 ചാനൽസാണ് പറഞ്ഞത്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ SOIC എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂൾ ഓഫ് ഇൻട്രൻസിക് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സദർജിയുടെ ചാനലാണ്. ഈ ചാനൽസിൻ്റെ അകത്ത് നമുക്ക് ഇവരുടെയും പെയ്ഡ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ആക്ച്വലി മാർക്കറ്റിൻ്റെ അകത്ത് ഒരു കോഴ്സ് പൈസ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പർട്ടിക്കുലർ ചാനലിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് ഞാൻ ആക്ച്വലി എടുത്തിട്ടുള്ളത്. അതല്ലാതെ ഞാൻ വേറെ കോഴ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റ് എടുത്തിട്ടില്ല. പക്ഷേ അതും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു കോഴ്സിൻ്റെ അകത്തുള്ള ക്രക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽസ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു റേഷ്യോസ് അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫണ്ടമെൻ്റലി ഒരു സ്റ്റോക്കിനെ സ്ക്രീൻ ചെയ്തെടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് ഔട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി വെറുതെ അതിൽ പോയിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല അതൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ പല ബുക്ക് വഴിയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കേണ്ടത്, നമ്മൾ ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ ആക്ച്വലി വായിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇനി ഓൾറെഡി മുന്നോട്ട് വരുമ്പോഴത്തേക്കും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ സമയത്ത് നോക്കാം. എനിവേ, അപ്പോൾ ഈ SOIC എന്ന് പറഞ്ഞ ചാനലിൻ്റെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സെക്ടറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഇവർ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. അതിൻ്റെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇവർ ഏതെങ്കിലും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ആ ഡിസ്കഷൻസ് വളരെയധികം യൂസ്ഫുൾ ആണ്. കമ്പനി സ്പെസിഫിക് ആയിട്ട് ഇവർ ഒരുപാട് കമ്പനീസിനെ അനലൈസ് ചെയ്ത് പറയാറുണ്ട്. അതൊക്കെ തന്നെ വളരെ തറോ ആയിട്ട് എന്തൊക്കെ അവരുടെ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പേഴ്സണലി ഇവരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആയിരിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഫിലോസഫി ഫോളോ ചെയ്യാത്തൊരു ഇൻവെസ്റ്ററിനെയും ഞാൻ ആക്ച്വലി അവരുടെ എന്താ പറയുക അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്താണോ മാർക്കറ്റിൽ ചെയ്യുന്നത് അതേ ഡിസിഷൻസ് എടുക്കാത്ത ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്നുള്ളൊരു ഡിസിഷനിലോട്ട് ഒരിക്കലും എത്താൻ പാടില്ല. അവരുടെയും വ്യൂസ് നിങ്ങൾ കേൾക്കണം. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു മൂന്നാമത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലേൺ ആണ്. ഇലേൺ മാർക്കറ്റ്സ്. 1 സെക്കൻഡ്. ഇലേൺ മാർക്കറ്റ്സ്. ഓക്കെ, ഇലേൺ മാർക്കറ്റ്സ് ബൈ
സ്റ്റോക്ക് എഡ്ജ് ആണെന്ന് തോന്നുന്നു. 1 സെക്കൻഡ് നോക്കട്ടെ. യാ, അതെ, ഇത് തന്നെ. അപ്പോൾ ഈ ലേൺ മാർക്കറ്റ്സ് ബൈ സ്റ്റോക്ക് എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ ട്രേഡേഴ്സുമായിട്ടൊക്കെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് നടത്തുന്നതാണ്. ആൻഡ് ആ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് കാണുന്ന വഴിയിട്ട് തന്നെ നമുക്ക് ഒരുപാട് നോളജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇവരുടെ ഒന്നും വീഡിയോസ് ഒന്നും വരാറില്ല, കുറച്ച് ടൈം എടുത്ത് മാത്രമേ വരാറുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ആ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെർത്തായിട്ടുള്ള വീഡിയോസാണ്. ആൻഡ് നെക്സ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ ഇൻവെസ്റ്റർ പ്രിൻസ്. 1 സെക്കൻഡ്. ആക്സിഡൻ്റൽ, ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ചാനൽസ് ആണ്. കുറച്ച് മലയാളം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചർച്ച ചെയ്യാം കേട്ടോ. ആക്സിഡൻ്റൽ ഇൻവെസ്റ്റർ പ്രിൻസ്. ഓക്കെ, ആക്സിഡൻ്റൽ ഇൻവെസ്റ്റർ പ്രിൻസ് ആണ് നമ്മുടെ അടുത്ത യൂട്യൂബ് ചാനൽ. ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ഇതൊരു യൂട്യൂബ് ചാനലല്ല ആക്ച്വലി. മീൻസ് ഇവർക്ക് ആക്ച്വലി ഇവർ കോറായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്വിറ്ററിലാണ്. ഇവർ ട്വിറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് സ്പേസസ് നടത്തും. സ്പേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഗ്രൂപ്പ് ചാറ്റ് പോലത്തെ സംഭവമാണ്. ആൻഡ് ആ ഒരു ഗ്രൂപ്പ് ചാറ്റിൻ്റെ അകത്ത് വരുന്ന റെക്കോർഡിങ്, അതിൽ ആ ഒരു മൊത്തം ചാറ്റിൻ്റെ റെക്കോർഡിംഗ് ആണ്, അതിൻ്റെ മൊത്തം വോയിസ് ചാറ്റിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇവർ അവരുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വോയിസ് ചാറ്റിലത്തേക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെയും ഫണ്ട് മാനേഴ്സിനെയൊക്കെ പുള്ളിക്കാരൻ ക്ഷണിച്ചുകൊണ്ട് വരാറുണ്ട്. ഇത് നടത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ ഒരു പുള്ളിക്കാരൻ ക്ഷണിച്ചുകൊണ്ട് വരുന്ന ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്സിഡൻ്റൽ ഇൻവെസ്റ്റർ പ്രിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ എന്താ പറയുക ട്വിറ്റർ ചാനലുണ്ട്, അത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. ഞാനത് ആക്ച്വലി അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, കാരണം ഞാൻ നോർമലി വീഡിയോസ് കാണുന്നത് 2x ഇട്ടിട്ടാണ് കാണുന്നത്. അപ്പോഴത്തേക്കും എനിക്കത് ഒരുപാട് ബോറടിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ട് ഇത് വഴിയിട്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ CFA സൊസൈറ്റിയാണ്. CFA സൊസൈറ്റി ഇന്ത്യ. CFA സൊസൈറ്റി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ വഴിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രസൻറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ തിയറീസ്, അവരുടെ ഒരു മാർക്കറ്റിനോടുള്ള അപ്രോച്ച്, ഏതെങ്കിലുമൊക്കെ സെക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് ഇവരുടെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യേണ്ടത്, മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ബസന്ത് മഹേശ്വരിയാണ്. ഓക്കെ, ബസന്ത് മഹേശ്വരി. ഓക്കെ, ബസന്ത് മഹേശ്വരി മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി PMS പോലെയുള്ള കാര്യങ്ങൾ റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതല്ലാതെ തന്നെ പുള്ളിക്കാരൻ്റെ സ്വന്തമായിട്ടും പുള്ളിക്കാരൻ അത്യാവശ്യം നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ. അവരല്ലാതെ ബുക്ക് വിറ്റിട്ടോ അതല്ലെങ്കിൽ എന്താ പറയുക ഫണ്ട് റൺ ചെയ്തിട്ടോ അല്ല പുള്ളിക്കാരൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. മാക്സിമം സ്വന്തമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇവരുടെ ഒരു രീതിയിലുള്ള സർവീസുകൾ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ അവരുടെ നോളജ് മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് രാംദേവ് അഗർവാളാണ്. ഓക്കെ, രാംദേവ് അഗർവാൾ മോത്തിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ആ ഒരു ഫണ്ട് മാനേജേഴ്സിൽ ഒരാളാണ്. ആ ഒരു പർട്ടിക്കുലർ ബ്രോക്കറേജ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് രാംദേവ് അഗർവാൾ. ആൻഡ് ഈ രാംദേവ് അഗർവാളും നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളിൽ ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിലേഷ് ഷായാണ്. ഓക്കെ, നിലേഷ് ഷാ. ഇവരുടെയൊക്കെ പേര് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ കയറി ഇവരുടെയൊക്കെ പേരിൽ സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അവരുടെ ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് ഈ നിലേഷ് ഷാ എന്ന് പറഞ്ഞ പേരിൽ 2 വ്യക്തികളുണ്ട്. ഞാൻ 2 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് പറഞ്ഞാൽ അതിൽ ഈ പുള്ളിക്കാരനാണ് കോട്ടക്കിൻ്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. കോട്ടക് മ്യൂച്വൽ ഫണ്ട്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കറക്റ്റ് പോയിന്റ് മാത്രമേ സംസാരിക്കുള്ളൂ, അല്ലാതെ ചുമ്മാ TV ചാനൽസിലൊക്കെ വന്നിരുന്നിട്ട് കഥ അടിക്കുന്ന ടൈപ്പ് ആൾക്കാരല്ല. എന്താണോ കാര്യം അത് മാത്രം ഡയറക്റ്റ് സംസാരിക്കുന്ന വ്യക്തികളാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സിദ്ധാർത്ഥ് ഭയ്യാണ്. സിദ്ധാർത്ഥ് ഭയ്യ നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ പറ്റിയിട്ട്. സിദ്ധാർത്ഥ ഭയ്യ, 1 സെക്കൻഡ്. സിദ്ധാർത്ഥ ഭയ്യ എന്ന് പറഞ്ഞാൽ അക്വിറ്റാസിൻ്റെ ആ ഒരു എന്താ പറയുക ഫണ്ട് റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇയാളെ മാർക്കറ്റിൻ്റെ അകത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിലൊന്നാണ്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ശങ്കർ ശർമ്മയാണ്. ഓക്കെ, ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ടൈപ്പ് ആൾക്കാരെയാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ശങ്കർ ശർമ്മ.
ശങ്കർ ശർമ്മയുടെയും എന്താ പറയുക ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർത്തായിട്ടുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവരുടെ എല്ലാവരും തന്നെ ഫണ്ടുകളുണ്ട്, ഇവർക്ക് എല്ലാവർക്കും തന്നെ അവരുടേതായിട്ടുള്ള സർവീസുകളുണ്ട്. ആ സർവീസുകളൊന്നും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അത് നമുക്ക് ആക്ച്വലി അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. ആസ് എ റീറ്റെയിലർ നമുക്ക് അത് അതിനെക്കാളും നല്ല നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരെക്കാട്ടിയും കൂടുതൽ റിട്ടേൺസ് ചിലപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവരുടെ ഫണ്ടിലോട്ട് പോകാൻ നേരത്ത് അവർ അത്രയും വലിയ ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടായതുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചിലപ്പോൾ 18-20%, 22% ഒക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തെന്ന് വരാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു ലോ ക്യാപിറ്റലിൻ്റെ എഡ്ജ് നമുക്ക് ആക്ച്വലി അവരുടെ ഫണ്ടിലോട്ട് മാറാൻ നേരത്ത് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മെയിൻലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ബിഗ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മളൊരു ട്രേഡർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കാൻ നേരത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരാളാണ് മാർക്ക് മിനർവിനി. ഓക്കെ, മാർക്ക് മിനർവിനിയുടെ ഇൻ്റർവ്യൂസ്, അവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഫ്രീ ആണ് ഏകദേശം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് മാർക്ക് മിനർവിനിയുടെ വീഡിയോസ് എന്നൊക്കെ ഒരുപാട് യൂസ് കിട്ടുന്നതാണ്. ഞാൻ ആക്ച്വലി ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ഈ മാർക്ക് മിനർവിനിയുടെ ഫിലോസഫീസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. ബുക്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പർട്ടിക്കുലർ ബുക്കിൻ്റെ കോർ ഫിലോസഫി, അതായത് ഈ ക്യാൻസലം എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റിയിട്ടൊക്കെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട 2 ബുക്കുകളിലൊന്നാണ് ഈ ഹൗ ടു മേക്ക് മണി ഇൻ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് തോട്ട്ഫുൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ബുക്കാണ്. തോട്ട്ഫുൾ ഇൻവെസ്റ്റർ നമ്മുടെ ബസൻ മഹേശ്വരിയുടെ ബുക്കാണ്. ഓക്കെ, ഇനി നിങ്ങൾ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് മിനർവിനിയുടെ 2-3 ബുക്സ് ഉണ്ട്, അത് മാത്രം വായിച്ചാൽ മതിയോ. അതിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ അനാലിസിസ്, പാറ്റേൺസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽസ് വഴിയൊക്കെ കിട്ടുന്നതായിരിക്കും. അതല്ലാതെ മൊത്തത്തിൽ ആ ട്രേഡ് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയും അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് നമ്മൾ ഈ ബുക്കുകൾ വഴി ഉദ്ദേശിക്കുന്നത്. ബാക്കി നോർമൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ട്യൂട്ടോറിയൽ സെഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ പറയാത്തത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള നോളജ് വേണം. നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള സൈക്കിളുകൾ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ വായിക്കേണ്ട ബുക്കുകളെന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ റിട്ടേൺസ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ക്യാപിറ്റൽ റിട്ടേൺസ്, ആ ബുക്കിൻ്റെ അകത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുള്ള കുറച്ച് സൈക്കിൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ഇനി അതല്ലാതെ മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തിയറീസും അവരുടെ പ്രിൻസിപ്പിൾസും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ മാസ്റ്റർ ക്ലാസ് വിത്ത് സൂപ്പർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ഒരു ബുക്ക് കൂടെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ട്വിറ്ററാണ് നെക്സ്റ്റ് ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് ഇൻവെസ്റ്റിങ്ങിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. ബാക്കി നമുക്ക് ഈ സോഷ്യൽ മീഡിയാസിൽ ഫേസ്ബുക്ക് ആയാലും അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഇങ്ങനെയുള്ള പരിപാടീസൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആമച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ വലിയ ബിഗീസിനെ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ട്വിറ്ററിൻ്റെ അകത്ത് തന്നെ വരേണ്ടി വരും. അപ്പോൾ ട്വിറ്റർ ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റർ ആക്ച്വലി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആക്ച്വലി ഒരു ട്വിറ്റർ തുടങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ആക്ച്വലി ആരെയൊക്കെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, എന്നെ ഫോളോ ചെയ്തതിന് ശേഷം എൻ്റെ ഫോളോയിങ് ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുക. ഒരുപാട് നല്ല നല്ല ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരെ പേര് പറയുകയാണെങ്കിൽ അന്ന് അതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ബാക്കി ഈ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ചാനലിൻ്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതിലോട്ട് വരാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് എത്രാണ്ട് യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ തന്നെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം. അതിൻ്റെ മാത്രമല്ല നമുക്ക് ഏകദേശം ഏപ്രിൽ 4-ാം തീയതിക്ക് ശേഷം തൊട്ടിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ലൈവ് സെഷൻസിലോട്ട് തിരിച്ച് വരാൻ പറ്റുന്നതാണ്. ഞാനിപ്പം ഒരു എന്താ പറയുക നാട്ടിലോട്ട് പോവുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈവ് സെഷൻസ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, ആൻഡ് അഗൈൻ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരും ഒന്നുകൂടെ ഓർമ്മിക്കുന്നു, മാക്സിമം ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പേരുള്ള ടൈം ആയിട്ടുണ്ട്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.